മാർക്കോ എന്ന മൂവിയും ഉണ്ണി മുകുന്ദനും ഇതുവരെ ഉണ്ണി മുകുന്ദൻ ഇല്ലാത്തൊരു ഹൈപ്പാണ് മാർക്കോ കൊടുത്തത്. ശരിയാണ്, അദ്ദേഹം ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആ ഒരു നടന്റെ ഒരു നല്ലൊരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു മാർക്കോ എന്ന് പറയുന്നത്. ഇതുവരെ ആരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു വയലൻസ് കഥാപാത്രം. അത് വല്ലാത്ത കോളിലൊക്കെ വിവാദമൊക്കെ സൃഷ്ടിച്ചോടൊപ്പം ബോക്സ് ഓഫീസ് ശരിക്കും കുലുക്കുകയുണ്ടായി. നല്ല രീതിയിൽ കളക്ഷൻ കിട്ടിയ ഒരു പടമാണ്. മലയാള സിനിമ തകർന്നുകൊണ്ടിരുന്ന സമയത്ത് മലയാള സിനിമയെ കുറച്ചൊക്കെ രക്ഷിച്ച ഒരു പടമാണ് മാർക്കോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനുശേഷം ഉണ്ണി മുകുന്ദൻ ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ടോ എന്നാണ് കിംവദന്തികൾ കരക്കമ്പി പറയുന്നത്. സാറിന് എന്ത് തോന്നുന്നു? സാർ പല വാർത്തകളൊക്കെ കേട്ടിരുന്നു? ചില വാർത്തകൾ കേൾക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഓൾറെഡി പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ടൊക്കെ എതിർപ്പ് പോലെ. കാരണം ഇന്നലെ ഒരു ചർച്ച ഞാൻ കണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പൈസ, ആരുടെ കയ്യിൽ, അത് പുള്ളി പറയുന്നത് ശരിയാണ്, ആരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആർക്ക് സിനിമ എടുക്കാം, അതിനെ ആര് ചോദ്യം ചെയ്യുന്നു? നമ്മുടെ സ്വന്തം പൈസയാണ് നമ്മൾ മുടക്കുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്ന താരങ്ങൾ സിനിമ എടുക്കരുത്, താരങ്ങളുടെ സിനിമ പ്രദർശിപ്പിക്കത്തില്ല, അവർ 1000 റൂളുകളായിട്ട് വരും. അവരുടെ കുറേ ആൾക്കാരുടെ കയ്യിൽ മാത്രം സിനിമ നിൽക്കണം, അവരെ അനുസരിച്ച് ജീവിക്കണം. ഇപ്പോൾ ഓൾറെഡി ഇന്ന് ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു പ്രൊഡ്യൂസറാണ്, മോഹൻലാലിന്റെ ആളാണ്. അദ്ദേഹത്തിനെതിരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഫേസ്ബുക്കിൽ പിൻവലിച്ച് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി. കാരണം അതുകൂടാതെ സിനിമാ അസോസിയേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 7-ാം തീയതി തൊട്ടൊരു സൂചനാ സമരമൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ 25-ാം തീയതിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന എല്ലാ പടങ്ങളും ഈ സിനിമാ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ അല്ലെങ്കിൽ ഇവരുടെ പ്രത്യേക അനുമതിയൊക്കെ മേടിക്കണം. അനുമതി മേടിക്കാത്ത പടങ്ങൾ തിയേറ്ററിൽ കളിപ്പിക്കത്തില്ല. അത് എമ്പുരാൻ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ സിനിമ ലക്ഷ്യമിട്ടാണോ എന്നൊക്കെയാണ് പൊതുവെ മാധ്യമങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഉണ്ണി മുകുന്ദനും പല രീതിയിൽ പറഞ്ഞ് ഇവരെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ അവരെ സപ്പോർട്ട് ചെയ്യാതെ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. അതാണ് പൊതുവെ അഹങ്കാരത്തിന്റെ പാതയിലേക്കോ. അതുകൂടാതെ കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ആരാധകൻ പടം എടുക്കാൻ വന്നപ്പോൾ ഫോട്ടോ എടുക്കുകയും വീണ്ടും ശല്യം ചെയ്തപ്പോഴായിരിക്കും നമുക്ക് അതിനെപ്പറ്റി കൃത്യം അറിയത്തില്ല. സമൂഹ മാധ്യമങ്ങളൊക്കെ കംപ്ലീറ്റ് പറയുന്ന ഉണ്ണി മുകുന്ദൻ അഹങ്കാരിയോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓൺലൈനിലൊക്കെ കണ്ടോ പുള്ളി ആ ഫോൺ മേടിച്ച് പോക്കറ്റ് ഇടുകയും നടന്നു പോവുകയൊക്കെ ചെയ്യുന്നു. മനുഷ്യന് ഓൾറെഡി നിരവധി പ്രശ്നങ്ങളിലായിരിക്കും, നിരവധി തിരക്കുകളും, നിരവധി പുള്ളിയുടെ ഒരു പടം ഇപ്പൊ പ്രൊഡ്യൂസ് പറഞ്ഞ പോലെ ഒരു ആവറേജ് വിജയമൊക്കെ വന്നിട്ടുണ്ട്. മാർക്കോ പോലെ ഒരു അതിഗംഭീര വിജയമൊന്നും ആയിരുന്നില്ല. അന്നേരം സ്വന്തമായിട്ട് പടം മുടക്കുന്ന പടം മുടക്കി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുടക്കുമ്പോൾ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കാണും. എന്നാലും പുതിയ ലേറ്റസ്റ്റ് എന്നാ പറയുന്നത്, ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ. അതായത് ഉണ്ണി മുകുന്ദൻ ഒരു ഇന്റർവ്യൂല്, അതായത് ഗെറ്റ് സെറ്റ് ബേബിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഈ പ്രൊഡ്യൂസർമാരാണോ ഈ പണം മുടക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സുരേഷ് കുമാർ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സിനിമ അദ്ദേഹം കളിയാക്കിയിരുന്നു ഒരിക്കലും. അദ്ദേഹം ഈ സമരമൊക്കെ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഒരുപാട് നടന്മാർ ഇപ്പോൾ പ്രൊഡ്യൂസർമാരായിട്ടുണ്ട്, അവരുടെ ഒന്നും പടം പ്രദർശിപ്പിക്കത്തില്ല എന്ന രീതിയിൽ. കാരണം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഉണ്ണി ഇച്ചിരി ഇമോഷണൽ ആയിട്ട് പറഞ്ഞത്. അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ കാശ്, ആ കാശിന് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പടം പിടിക്കും, അത് അങ്ങനെ തന്നെ ആവണം, അതല്ലേ അതിൻ്റെ ഒരു മാന്യമായിട്ടുള്ള ഒരു ഏറ്റവും ബേസ് ആയിട്ടുള്ള മര്യാദ എന്നാണ് ഉണ്ണി ചോദിച്ചത്. അപ്പോൾ അത് ഒരു ന്യായീകരിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് തോന്നുന്നല്ലേ സാറേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറിന് തോന്നുന്നുണ്ടോ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും ഒക്കെയാണ് ഈ മലയാള സിനിമ ഭരിക്കുന്നതെന്ന്? ഒരു പവർ ടീം ശരിക്കും പറഞ്ഞാൽ ഈ നടന്മാരിലോ അല്ലെങ്കിൽ അമ്മയിലോ അല്ല, പകരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ചേംബറിലും ഫിലിം ചേംബറിലും ഒക്കെയാണോ ഈ പവർ ടീം ഉള്ളത്? സാറിന് എന്താ തോന്നുന്നത്? ഉറപ്പായിട്ടും അതിനകത്ത് ഫിലിം ചേംബർ പറയുന്നത് ഓൾറെഡി സിനിമ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പാർട്ട് തന്നെയാണ്. അവരുടെ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് തിയേറ്റർ കിട്ടാനോ അല്ലെങ്കിൽ അവർ നമുക്ക് സെൻസർ ബോർഡിൽ കൊടുക്കാനോ ഒക്കെ അവരുടെ ലെറ്ററുകൾ, അവരുടെ പിന്തുണയൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ അവരാരും ഫണ്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റൊക്കെ വിളിച്ച് പറയും. അവരൊന്നും ഒരാൾക്ക് ഒരു സിനിമ ചെയ്യാനോ ഒരു സഹായം ഒരു പ്രയോജനം ഇല്ല. അവർക്ക് അങ്ങോട്ട് ഫീസ് അടച്ചുകൊണ്ടിരിക്കണം നമ്മൾ. ഓരോ സിനിമ ചെയ്യുന്നതിന് ഇത്ര രൂപ ഫീസ്, 10,000 ആണോ 1,00,000 ആണോ, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഇതും പുതുക്കി അവരുടെ ബിൽഡിംഗ് ഫണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ പുറകെ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും കൊണ്ട് നടക്കണം. ഒരു സിനിമ ചെയ്യാൻ വരുന്ന ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ നമ്മുടെ ആരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിക്കുന്നു, സ്റ്റോറി വരെ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. സ്റ്റോറി വരെ കൊടുത്താൽ ആരും അടിച്ചു മാറ്റി. സ്റ്റോറി പ്രൊഡ്യൂസർ ആര്, ഡയറക്ടർ ആര്, അഭിനയിക്കുന്നവരുടെ കൺസെന്റ് ലെറ്റർ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേംബറിൽ ഒരു നമ്മുടെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ടൈറ്റിൽ രജിസ്റ്റർ ചെയ്താലേ നമുക്ക് സിനിമയുടെ ആദ്യ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ഈ അസോസിയേഷനിലുള്ള ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിച്ച് ഷൂട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവർ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒത്തിരി കാര്യമാണ്. ഉണ്ണി മുകുന്ദൻ പറഞ്ഞ കാര്യത്തിനുള്ള 100% നമ്മൾ യോജിക്കുന്നു. പൃഥ്വിരാജൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം പൈസ മുടക്കിയാണ് സിനിമ ചെയ്യുന്നത്. അത് ആർക്കും ചെയ്യാം, എനിക്കും ചെയ്യാം, ശാരീരിക്കും ചെയ്യാം, ആർക്കും നമുക്ക് ചെയ്യാം. നമ്മുടെ സ്വന്തം പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ ആരോടും ബാധ്യപ്പെടുന്നു. നഷ്ടം വന്നാൽ നമ്മൾ സ്വന്തമായിട്ട് സഹിക്കുന്നു, ലാഭം കിട്ടി അവരെടുക്കുന്നു. അവർ പ്രൊഡ്യൂസർ അസോസിയേഷൻ നഷ്ടം തരാൻ പറയുന്നില്ല. പക്ഷെ ഇവരിങ്ങനെ സിനിമ എടുക്കാത്ത കുറെ ആൾക്കാർ ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തലപ്പത്തുണ്ട്. അവരെ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ സിനിമയൊന്നും ചെയ്യുന്നില്ല. പണ്ട് ചെയ്തു. അവർക്ക് ഇപ്പോഴും ഒരു ആധിപത്യം വേണം. ഇപ്പൊ ആന്റണി പെരുമ്പാവൂരിനെ പോലെ പ്രഗത്ഭനായ ഒരു പ്രൊഡ്യൂസർ, ആ പ്രൊഡ്യൂസറെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുണച്ചു എന്നാണ് ഏറ്റവും വലിയൊരു പരാതി. മോഹൻലാൽ പിന്നെ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആളെ ഓട്ടോമാറ്റിക്കായിട്ട് സുരേഷ് കുമാർ പിന്നെ ഒരുമിച്ച് കളിച്ച് വളർന്ന സിനിമ ചെയ്ത ആൾക്കാരാണ്. ആന്റണി വരുമ്പോൾ അവർ ജനിക്കുന്നതിന് മുമ്പ് സിനിമ ചെയ്ത് സുരേഷ് കുമാർ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്തില്ല. ഇവർ ഇപ്പോൾ എമ്പുരാൻ പോലെ ഒരു സിനിമ 100 കോടി മുടക്കി കൊണ്ടിരുന്ന ഒരു സിനിമ 27-ാം തീയതി റിലീസാണ്. ആ റിലീസിന് പൂട്ടിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ഈ 140 കോടിയൊക്കെ മുടക്കി ഒരു സിനിമ ചെയ്താൽ കേരളം പോലെ ഒരു മാർക്കറ്റിൽ അത് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ബുദ്ധിമുട്ടി നടക്കുന്നവരാണ് ഈ ആന്റണി വരുമ്പോൾ അവരൊക്കെ. കാരണം ഓൾ വേൾഡ് റിലീസൊക്കെ അവർ പ്ലാൻ ചെയ്തേക്കുന്ന 1000 തിയേറ്ററുകളിൽ. അങ്ങനെയൊക്കെ റിലീസ് വന്ന് കട്ട് ചെയ്ത് ടാക്സും കാര്യങ്ങളും ചെലവുകളും മാർക്കറ്റിംഗ് ചെലവും
സ്ഥലവും എല്ലാം കൊടുത്തിട്ട് ഇത് എങ്ങനെ ഊരിയെടുക്കും എന്ന് പറയുന്നുള്ളൂ. ആ സമയത്താണ് മറ്റുള്ള ഓരോ ആൾക്കാർ, ഇപ്പോൾ പൃഥ്വിരാജ് പറയുന്നു, ഉണ്ണിമൂന്തനാണ് പറയുന്നത്, ഉണ്ണിമൂന്തൻ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അതിന് പോലീസ് അസോസിയേഷന് എതിരായിട്ടുള്ളൊരു ഗ്രൂപ്പും ഇപ്പോൾ ഈ 27 മാർച്ച് 27 അവർ സൂചനാ പണിമുടക്കം, ഈ ആര് പണിമുടക്കിയാലും പോലീസ് അസോസിയേഷൻ പണിമുടക്കാലും കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നത്തില്ല. അങ്ങനെയാണ് നമുക്ക് ഇതല്ലെങ്കിൽ വേറെ സിനിമ, കഴിഞ്ഞ ദിവസം കുറേ സിനിമയുണ്ട്, മറ്റുള്ള ലാംഗ്വേജ് സിനിമയുണ്ട്. പണിമുടക്കിയാൽ ഇവർക്കൊക്കെ തന്നെ പ്രശ്നം എന്നാണ് എൻ്റെ. അതിനെപ്പറ്റി എന്നാ പറയുക? അതെ സാറേ, കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹിന്ദു സിനിമ, ആ സിനിമ അടിപൊളി ഹിറ്റാണ്. അതായത് ഛത്രപതി ശിവജിയുടെ മകൻ്റെ ഒരു കഥയാണ് പറയുന്നത്. ആ പടം എത്രയോ കോടി ക്ലബ്ബുകളിൽ കയറിയിരിക്കുന്നു. ഇപ്പോൾ മലയാള സിനിമ നല്ലതെന്ന് ഇറങ്ങിയപ്പോൾ ചാക്കോച്ചൻ ഇറങ്ങിയ പടം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് നല്ല പടമാണ്. ആ പടമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ബോക്സ് ഓഫീസ് കുലുക്കിക്കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പടങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഹുങ്ക് അത് വല്ലാതെ കൂടിപ്പോകുന്നു എന്ന് പറയുന്നത്. കാരണം പ്രതിഫലം കുറയ്ക്കാന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ണിമൂന്തനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിനിടയിൽ നമ്മുടെ അതിൽ നടി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ പ്രതിഫലം എങ്ങനെ കുറയ്ക്കാനാണ്, ഞങ്ങൾക്ക് കിട്ടുന്നതേ കുറവാണ്, അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ എങ്ങനെ പ്രതിഫലം കുറയ്ക്കുമെന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അവർ ചോദിച്ചതിൽ ഈ ഒരുപാട് ടോപ്പിലിരിക്കുന്ന നായികമാർക്കും മാത്രമേ ഉള്ളൂ കോടികൾ കിലുങ്ങുന്നത്. ബാക്കി എല്ലാവർക്കും തുച്ഛമായിട്ടുള്ള ആവറേജ് ആയിട്ടുള്ള പൈസകൾ മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഞ്ഞിയിൽ അവർ ചോദിക്കും, ഞങ്ങൾക്കൊരു കുടുംബമുണ്ട്, ഞങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, ഇതിൻ്റെ വരുമാനം വെച്ചിട്ടാണ് കിട്ടുമ്പോഴേ, ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ജോബല്ല, കിട്ടുമ്പോഴേ പൈസ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞായിരിക്കും അടുത്ത സിനിമ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ സിനിമയിൽ മാക്സിമം മേടിക്കാവുന്ന എമൗണ്ടുകൾ മാത്രമാണ് അവർ മേടിക്കുന്നത്. അതിനും നിബന്ധനകളുണ്ട്. അപ്പോൾ അവർ അഹോരാത്രം ഈ പറഞ്ഞ പോലെ രാത്രിയിലും രാവിലെയും പകലും വെയിലും മഴയൊക്കെ കൊണ്ട് തന്നെയാണ് അവരും അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു പ്രവൃത്തി തന്നെയല്ലേ സാറിന് എന്താ തോന്നുന്നത്? ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസം അവർ പ്രസ്താവനയുണ്ട്, താരങ്ങൾ അവർ പ്രതിഫലം കുറയ്ക്കത്തില്ല. കാരണം താരങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് അവർക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കുന്നത്. കാരണം ഇപ്പം ശാരിക സൂചിപ്പിച്ച പോലെ വലിയ വലിയ ആർട്ടിസ്റ്റിന് മാത്രമേ ഫണ്ടുള്ളൂ. ഇപ്പോൾ പൃഥ്വിരാജ് അല്ലെ മോഹൻലാൽ, മമ്മൂട്ടി അല്ലെ വലിയ വലിയ നായകന്മാർക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ പ്രതിഫലങ്ങൾ അവർ വരുന്ന ദിവസത്തേക്ക്, 1 ദിവസത്തേക്ക്, 2 ദിവസത്തേക്ക്, 3 ദിവസത്തേക്ക്, ഒരു സിനിമ കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞായിരിക്കും അടുത്ത സിനിമ കിട്ടുന്നത്. അന്നേരം അവരെ സംബന്ധിച്ചോളൊന്നും സാധാരണ അഭിനയിക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. അവരൊക്കെ വേറെ ഓരോ തൊഴിലുകളും സ്വന്തമായിട്ട് ബിസിനസ്സും ഒക്കെ ചെയ്താണ് സിനിമ കൊണ്ടുപോകുന്നത്. വലിയ ആൾക്കാർക്കാണ്, ഇപ്പം വലിയ സൂപ്പർ സ്റ്റാറുകൾക്കാണ് അവർ പ്രതിഫലം പിന്നീട് കൊടുക്കുകയുള്ളൂ. മറ്റൊരു 30% ആദ്യം കൊടുക്കും, 30% പിന്നീട്, 30% ഡബിങ്ങിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുകയുള്ളൂ എന്നൊക്കെയാണ്, ഓടിക്കഴിഞ്ഞാൽ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ അവർ പറയുന്നത്. ഓടുന്ന സെൻസറിങ് കാര്യങ്ങളൊന്നും ഒരു നിർമ്മാതാവ് മറ്റുള്ളവരെ അറിയിക്കണമെന്നില്ല. അത് ഒരു നടനെ അഭിനയിച്ചൊരു നടനെ എന്നാൽ ഈ പടത്തിന് റിലീസ് എന്ന് പോലും അവർക്കറിയത്തില്ല. ഒന്നിലെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും മാത്രമേ ഈ പടം എന്ന് റിലീസ് ചെയ്യും, എന്ന് സെൻസർ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയത്തുള്ളൂ. അഭിനയിച്ച് കഴിഞ്ഞ് പോകുന്നു, ഡബിങ് കൂടെ കഴിഞ്ഞാൽ പിന്നെ നടനുമായിട്ടും നടിയായിട്ടൊന്നും നമുക്ക് കാര്യമായിട്ട് ബന്ധങ്ങളില്ല പ്രൊഡ്യൂസർക്ക്. അത് പിന്നെ അല്ലെ പ്രൊമോഷനൊക്കെ വിളിച്ചാൽ വരുന്നവരെ മാത്രം വിളിച്ച് പ്രൊമോഷൻ ചെയ്യുന്നുള്ളൂ. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അമ്മയും കർശനമായിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രതിഫലം കുറച്ചാൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവർ വലിയ ലാവിഷായിട്ട് 2.5 കോടിയുടെ 1.5 കോടിയുടെ വണ്ടിയിലും വലിയ വലിയ സൗകര്യങ്ങളിലൊക്കെ അവർ ജീവിക്കുന്നത്. എന്നാലും ഇതിനകത്തുനിന്ന് പ്രതിഫലം അവരും കുറയ്ക്കത്തില്ല. നമ്മൾ കേരളത്തിൽ ഓടുന്ന ടാക്സ് കാര്യങ്ങൾ കുറയ്ക്കണമെന്ന് സർക്കാരിനോടാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 30% ടാക്സ് ഒരു സിനിമ, നമുക്ക് 100 രൂപ കിട്ടിയാൽ 30 രൂപയോളം ടാക്സിൻ്റെ ഒരു ഇതാണ് വരുന്നത്. അന്നേരം നമുക്ക് വലിയ കാര്യമായിട്ടൊരു പ്രതിഫലം 70% കിട്ടുന്നുള്ളൂ. അതിനകത്ത് ബാക്കിയുള്ള ചിലവുകളോ കാര്യങ്ങളോ തിയേറ്റർ എല്ലാവരും കൊടുത്തപ്പോഴത്തേക്കും ഒരു പ്രൊഡ്യൂസറെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതാണ് ഉറപ്പായിട്ട് ഇവരെല്ലാം, സുരേഷ് കുമാറും മറ്റുള്ളവരെല്ലാം ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കണം. അതിനെപ്പറ്റിയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വാർത്തകൾ ഉണ്ടോ ശരി? ഈ പറയുന്ന പോലെ ഈ നായകന്മാരോ അല്ലെങ്കിൽ നായികമാരോ, ഇപ്പോൾ നിഖില വിമലാണ് കഴിഞ്ഞ ദിവസം ഉണ്ണിമൂന്തൻ ഇന്റർവ്യൂവിൽ നിന്ന് പറയുന്നത്, നമുക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ വർക്കിനനുസരിച്ച് പ്രതിഫലം മാത്രമേ കിട്ടുന്നുള്ളൂ. ഓവറായിട്ടുള്ള പ്രതിഫലം ഒന്നും അവർ തന്നെ വാങ്ങിക്കുന്നില്ല. അവർ നിഖില വിമൽ തമാശ എന്ന രീതിയിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ആ നായിക പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ അടുത്തത് ഇനി എന്ത്, അതായത് പടമില്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംവിധായകനുമായിട്ട് തട്ടുദോശ അടിക്കാൻ പോയാലോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെയാണ്. അവർ തമാശയായിട്ടാണ് അത് പറയുന്നെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള സംഘർഷമാണ് അത് പറയിപ്പിക്കുന്നത്. കാരണം സിനിമ നിന്നു പോയാൽ അവർക്ക് എന്താണ് തൊഴിലുള്ളത്? ഇപ്പോൾ കൊറോണ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഈ നടന്മാരും നടിമാരും. ഇവർക്ക് ആരും വീട്ടിൽ കൊണ്ടുചെന്ന് പൈസ കൊടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ പണിയില്ലാതിരുന്നു, 2 വർഷത്തോളം സിനിമയില്ലാതിരുന്നു, എന്നിട്ടും അവർക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ടുന്ന ഈ വരുമാനത്തിൽ നിന്ന് മാത്രമേ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സാധനമുള്ളൂ. ഇപ്പോൾ ഈ ഉണ്ണിമൂന്നിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് വിമർശനങ്ങൾ കേട്ടൊരു നടനാണ്. അത്യാവശ്യം വലിയ പ്രതിഫലമൊന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ആവറേജ് ഹിറ്റ് അടിച്ച സിനിമകളാണ് അദ്ദേഹത്തിനുണ്ട്. സൂപ്പർ ഹിറ്റുകൾ വളരെ കുറവാണ്. ഇവൻ മാളികപ്പുറം ഇറങ്ങിയപ്പോൾ പോലും അത് ആ പെൺകുട്ടിയുടെ, അതായത് ആ നായിക ജൂനിയർ ആയിട്ട് അഭിനയിച്ച ആ പെൺകുട്ടിയുടെ പേരിലാണ് അത് അറിയപ്പെട്ടത്. കൂടുതൽ അവൾക്കായിരുന്നു ആരാധന കൂടുതലും. ഉണ്ണിമൂന്തൻ ആരാധകരുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് സ്ക്രിപ്റ്റിന്റെ പേരിലും സംവിധായകനും ഒക്കെ ആ ക്രെഡിറ്റ് പോയി. അതുകൊണ്ടും ഉണ്ണിമൂന്തനായിട്ട് ജയിപ്പിച്ച ഒരു പടം എന്ന് ചോദിച്ചാൽ മാർക്കോ എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം അതിലിച്ചിരി അഹങ്കാരം കാണിച്ചാൽ അത് ഇച്ചിരി കൂടിപ്പോയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം 10 മാസം മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇപ്പോൾ മാർക്കോ കഴിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം അന്ന് വളരെ ചിരിച്ച് കളിച്ച് സുമുഖനായിട്ട് വളരെ ജോവിയലായിട്ട് സംസാരിച്ച ഒരു ഉണ്ണിമൂന്തൻ എന്ന നടനിൽ നിന്നുകൊണ്ട് മാർക്കോ എന്ന നടനിലേക്ക് വന്ന പോലെ മാർക്കോ എന്ന ആ ഒരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ വളരെ പ്രസന്നത ഇല്ലാത്ത മുഖത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഉണ്ണിമൂന്തനെയാണ് നമുക്ക് ഇന്റർവ്യൂവിൽ കാണാൻ സാധിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ
അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കൂടുതലും ബിസിനസ്സാണ് സംസാരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ മാർക്കോയിൽ നിന്ന് കിട്ടിയ അഭൂതപൂർവമായ വരുമാനം കൊണ്ടോ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കിട്ടിയ പൈസയുടെ ഒരു ഇതുകൊണ്ടാവാം, അദ്ദേഹത്തിനുണ്ടായ ഒരുപാട് നഷ്ടങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആവാം തിക്ത അനുഭവങ്ങൾ. പൈസ ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോകത്തില്ല. ചാക്കോച്ചൻ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ച പോലെ കുടുംബപ്പേരും സിനിമാ പേരും പറഞ്ഞാൽ ഒരിക്കലും അരി മേടിക്കാൻ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടത്തില്ല, അതിന് കാശ് തന്നെ കൊടുക്കണം എന്ന് പറയുന്ന പോലെ പൈസ കൊടുക്കണേ. അതിപ്പോൾ സിനിമാ നടനായാലും കർഷകനായാലും കടയിൽ പൈസ കൊടുത്താലേ സാധനം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇന്ന കുടുംബക്കാരനാണ്, ഇന്ന സിനിമാ നടനാന്ന് പറഞ്ഞാൽ 1-2 പ്രാവശ്യം കൊടുക്കുമായിരിക്കും, അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ പൈസ കൊടുക്കില്ല, അല്ലെങ്കിൽ സാധനങ്ങൾ കൊടുക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഉണ്ണിമൂന്നൻ പറയുന്ന പോലെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ജോണർ, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സ്ഥലം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അതുകൊണ്ടാവാം അദ്ദേഹം ഒരുപാട് ചിരിച്ച് കളിച്ചൊന്നും ഒരുപക്ഷെ ഇന്റർവ്യൂവിൽ ഇരിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണിമൂന്നൻ ഇപ്പോൾ പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു ബിസിനസ്സാണ് ചിന്തിക്കുന്നത്, ബിസിനസ് ആകുമ്പോഴത്തേക്ക് ഈ പൈസയുടെ കാര്യങ്ങൾ അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു പടം എടുത്താൽ അതിന് ആർക്കും വിമർശിക്കുകയോ, അത് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ ഹൈലൈറ്റഡ് ആണ്, അത് പൊട്ടിയോ അല്ലെങ്കിൽ അത് വിജയിച്ചോ എന്ന് പോലും അന്വേഷിക്കേണ്ട കാര്യം നാട്ടുകാർക്കില്ല, അല്ലെങ്കിൽ ഈ ലോകത്തിനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് പൈസയുണ്ട്, ആ പൈസ സാറ് പറഞ്ഞ പോലെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അത് ചിലപ്പോൾ പൊട്ടും അല്ലെങ്കിൽ ഹിറ്റാകും. ഇതൊന്നും നാട്ടുകാർക്കോ മാധ്യമങ്ങൾക്കോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് ഉണ്ണിമൂന്നൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഉണ്ണിമൂന്നൻ്റെ വിവാദത്തിൽ കിടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സിനെ കൂടെ കൊള്ളിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സുരേഷ് കുമാർ ആണല്ലോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നടന്മാർ പ്രൊഡ്യൂസേഴ്സ് ആകുന്ന പടങ്ങൾ ഞങ്ങൾ ബാൻ ചെയ്യുമെന്ന് പറയാനുള്ള ഒരു റൈറ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല സിനിമയിലെ പ്രൊഡ്യൂസർമാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിലിം ചേംബറിനൊന്നും സർ കോടതിയുമായിട്ട് അല്ലെങ്കിൽ നിയമത്താൽ കണക്റ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇവരെല്ലാവരും ഒരു സംഘടനയല്ലേ. തീർച്ചയായിട്ടും ഇവർ മാത്രം വിചാരിച്ചാൽ കൊണ്ടുപോകുന്ന ഒരു സിനിമ ഒരു പ്രതിഭാസമല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, സാർ എന്താണ് തോന്നുന്നത്, അപ്പോൾ പ്രൊഡ്യൂസർമാർ ഇങ്ങനെ ബാൻ ചെയ്താൽ അല്ലെങ്കിൽ സൂചനാ പണിമുടക്ക് നടത്തിയാൽ നശിച്ചു പോകുന്ന ഒന്നാണോ മലയാള സിനിമ? ഒന്നുമല്ല, അങ്ങനെയൊന്നും നശിച്ചു പോകത്തില്ല. പക്ഷേ ഫിലിം ചേംബറിന് ചില അധികാരങ്ങളൊക്കെ അവർ കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം സെൻസർ ബോർഡിലേക്ക് ലെറ്റർ, സിനിമയുടെ റിലീസ്, പിന്നെ തിയേറ്ററിൻ്റെ സംഘടനയായിട്ടൊക്കെ അവർക്ക് ബന്ധങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാലേ ഒരു പ്രൊഡ്യൂസർക്ക് മുമ്പോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിനെ തന്നെ എങ്ങനെയും ഇടിച്ചു താത്താൻ വേണ്ടിയാണ് ഇവരെല്ലാം കൂടെ നോക്കുന്നത്. ഇപ്പോൾ ലിസ്റ്റ് സ്റ്റീഫൻ മറ്റേ അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കെല്ലാം പല രീതിയിലുണ്ട്. എങ്കിലും നമുക്ക് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ എല്ലാവരും കൂടെ സംഘടിച്ച് സിനിമാ വ്യവസായം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് നമ്മൾ ഈ അവസരത്തിൽ പറയാനുള്ളത്.